ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ധനുഷ് സംവിധാനം ചെയ്ത് നായകനെ എത്തുന്ന ധനുഷിന്റെ 50ാമത്തെ സിനിമ രായൻ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. ഇപ്പോഴത്തെ സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ടുകൾ, പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ, കൂടാതെ കേരളത്തിലെ സിനിമയുടെ സ്ക്രീൻ കൗണ്ടർ റിപ്പോർട്ട് തുടങ്ങിയവയെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് ലഭ്യമായ ത്രില്ലർ സിനിമ രായൻ എന്ന സിനിമയ്ക്ക് പ്രിവ്യൂ ഷോ റിപ്പോർട്ടുകൾ പ്രകാരം മെഗാ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമ മഹാരാജ എന്ത് അഭിപ്രായങ്ങളാണ് നേടിയെടുത്തത്? സമാന അഭിപ്രായങ്ങളായിരിക്കും ധനുഷിന്റെ 50ാമത്തെ സിനിമ രായൻ നേടിയെടുക്കുക എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. ബാക്കിയെല്ലാം തന്നെ നാളെ അറിയാം. കേരളത്തിൽ 200-ൽ പരം സ്ക്രീനുകളിൽ റിലീസ് ചെയ്യുന്ന രായൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ ഇപ്പോഴിതാ 7,50,00,000 മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതിൽ 5 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷനും തമിഴ്നാട്ടിൽ നിന്നാണ്. 1,50,00,000 മുകളിൽ പ്രീസെയിൽ കളക്ഷൻ ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ധനുഷിന്റെ കരിയർ ബെസ്റ്റ് പ്രീസെയിൽ, കരിയർ ബെസ്റ്റ് കേരള റിലീസ് തുടങ്ങിയ നേട്ടങ്ങളെല്ലാം തന്നെ രായൻ റിലീസിന് മുന്നേ നേടിയെടുത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ മലയാളം സിനിമ ദേവദൂതനിലേക്ക് വരികയാണെങ്കിൽ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമകളിൽ ഏറ്റവും മികച്ച പ്രീസെയിൽ കളക്ഷൻ നിലവിൽ നേടിയെടുത്ത സിനിമയായിട്ട് റിലീസ് സിനിമയെ ലാലേട്ടന്റെ ദേവദൂതൻ മാറിയിരിക്കുകയാണ്. ലിമിറ്റഡ് റിലീസോട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന, മികച്ച ക്ലാഷ് റിലീസുകളോട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയായിരുന്നിട്ടും 15 ലക്ഷത്തിന് മുകളിൽ കേരള പ്രീസെയിൽ ഗ്രോസ് ആണ്. ഏകദേശം 97 ഷോകൾ മാത്രം ട്രാക്ക് ചെയ്തപ്പോൾ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഒരു പുതിയ സിനിമയ്ക്ക് കൊടുക്കുന്ന സമാന രീതിയിലുള്ള പ്രൊമോഷൻ എല്ലാം തന്നെയാണ് ദേവദൂതന സിനിമയുടെ അണിയറ പ്രവർത്തകർ നൽകിയത്. സിബി മലയിൽ സംവിധാനം ചെയ്ത സിയാദ് കോക്കർ നിർമ്മിക്കുന്ന സിനിമ കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലടക്കം റിലീസ് ചെയ്യുന്നു. ഇതിനിടയിലെ ദേവദൂതന്റെ ഡ്യൂറേഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2 മണിക്കൂർ 12 മിനിറ്റ് ആണ് സിനിമയുടെ ഡ്യൂറേഷൻ. 2000-ൽ പുറത്തു വന്ന അതേ പതിപ്പ് തന്നെ ആയിരിക്കില്ല ഇപ്പോൾ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുക. അന്ന് 2.5 മണിക്കൂറിലധികം ദൈർഘ്യമുണ്ടായ സിനിമയിലെ അനാവശ്യ രംഗങ്ങൾ, ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ കട്ട് ചെയ്ത് മാറ്റിയെന്നാണ് സിനിമയുടെ സംവിധായകൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ സിനിമയുടെ റിലീസ് നടക്കുമ്പോൾ കാത്തിരിക്കാം ദേവദൂതന്റെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾ കേട്ട്.